കേരള സർക്കാർ വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ പി.കെ. ഫിറോസ് എം.എൽ.എ, അതുപോലെ തന്നെ മുൻ എം.എൽ.എ എം.കെ. മുനീർ സാഹിബ്, അതുപോലെ തൊട്ടടുത്ത എം.എൽ.എമാരെ സി.കെ. കാസിം, റസാഖ് മാസ്റ്റർ ഒക്കെ തന്നെ ഇതിൽ പങ്കാളികളായിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയൊരു സന്തോഷം പങ്കിടാനുള്ളത് ഞങ്ങളെ ഈ സമരത്തെ പുച്ഛിച്ച് തള്ളിയ ഒരു ഓൺലൈൻ ചാനൽ പോലും ഞങ്ങൾ ഈ സമരത്തെ കവർ ചെയ്യാൻ വന്നിട്ടില്ല. അതിന് നേതൃത്വപരമായി മാതൃകാപരമായി നിങ്ങൾ കാണിച്ച മീഡിയ വണ്ണിന് ഒരുപാട് സന്തോഷമുണ്ട്. മീഡിയ വണ്ണാണ് ഈ സമരം പുറത്തേക്ക് കൊണ്ടുവന്നത്. ഞങ്ങൾക്ക് എപ്പോഴും അഭിമാനിക്കാം. അനീസിൻ്റെ നേതൃത്വത്തിലുള്ള റിപ്പോർട്ടർമാർ ഇവിടെ വന്നുകൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, ഈ പാവപ്പെട്ട ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളാണ് ഈ സമരത്തെ പുറത്തേക്ക് കൊണ്ടുവന്നത്. 6 വർഷം നീണ്ട നിയമ പോരാട്ടത്തിൻ്റെ വിജയമാണ് ഉണ്ടായിരിക്കുന്നത്. അതിൽ വലിയ സന്തോഷത്തിലാണ് ഈ പ്രദേശവാസികളെല്ലാം തന്നെ. ഇന്നലെ രാത്രി മുതൽ വലിയ ആഘോഷം അവരുടെ ഭാഗത്ത് നമുക്ക് കാണാനാകുമായിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് അവിടെ സമരപ്പന്തലിന് മുന്നിലാണ്. ഇവിടെ രാവിലെ മുതൽ തന്നെ നിരവധി പേർ ഇവിടെ എത്തിയിട്ടുണ്ട്. സമര നായകനായിട്ടുള്ള ബാബു കുടുക്കിൽ ഉൾപ്പെടെയുള്ള നിരവധി പേരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ വനിതകൾ ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെല്ലാം വലിയ സന്തോഷത്തിലാണ്. നമുക്കറിയാം, ഒക്ടോബറിലായിരുന്നു വലിയ സംഘർഷം ഉണ്ടായത്. പോലീസും നാട്ടുകാർ തമ്മിൽ വലിയ സംഘർഷം ഉണ്ടാകുന്നു. നിരവധി പേർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. പലരും ഒളിവിൽ പോകുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒളിവിൽ ഇരുന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുകയും അങ്ങനെ ജനപ്രതിനിധിയാവുകയും ചെയ്ത ബാബു കുടുക്കിൽ ഉൾപ്പെടെയുള്ള നേതാക്കളുണ്ട്. അങ്ങനെ പല വിധത്തിലുള്ള വേട്ടയാടലുകൾക്കും ഈ നാട്ടുകാരൊക്കെ തന്നെ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ആ ഒരു നോവ്, ആ ഒരു വേദനയൊക്കെ ഇപ്പോൾ അകലുകയാണ്. അവർ കാത്തിരുന്ന ആ ഒരു നിമിഷം എത്തിയിരിക്കുന്നു. ഇപ്പോൾ ഇത് അടച്ചുപൂട്ടാനുള്ള തീരുമാനത്തിലേക്കാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇപ്പോൾ ഈ നിമിഷത്തെ സന്തോഷം. ഒരുപാട് സന്തോഷമുണ്ട്. 2019 മുതൽ ചെയ്ത സമരം, ജനകീയ സമരം, 4000 കുടുംബങ്ങൾക്ക് ശുദ്ധവായു ശുദ്ധജലത്തിനു വേണ്ടി ചെയ്ത സമരം, ആ സമരം വിജയത്തിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിൽ ഒരുപാട് ആളുകളുടെ കടപ്പാടുണ്ട്. കേരള സർക്കാർ വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ പി.കെ. ഫിറോസ് എം.എൽ.എ, അതുപോലെ തന്നെ മുൻ എം.എൽ.എ എം.കെ. മുനീർ സാഹിബ്, അതുപോലെ തൊട്ടടുത്ത എം.എൽ.എമാരെ സി.കെ. കാസിം, റസാഖ് മാസ്റ്റർ ഒക്കെ തന്നെ ഇതിൽ പങ്കാളികളായിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയൊരു സന്തോഷം പങ്കിടാനുള്ളത് ഞങ്ങളെ ഈ സമരത്തെ പുച്ഛിച്ച് തള്ളിയ ഒരു ഓൺലൈൻ ചാനൽ പോലും ഞങ്ങൾ ഈ സമരത്തെ കവർ ചെയ്യാൻ വന്നിട്ടില്ല. അതിന് നേതൃത്വപരമായി മാതൃകാപരമായി നിങ്ങൾ കാണിച്ച മീഡിയ വണ്ണിന് ഒരുപാട് സന്തോഷമുണ്ട്. മീഡിയ വണ്ണാണ് ഈ സമരം പുറത്തേക്ക് കൊണ്ടുവന്നത്. ഞങ്ങൾക്ക് എപ്പോഴും അഭിമാനിക്കാം. അനീസിൻ്റെ നേതൃത്വത്തിലുള്ള റിപ്പോർട്ടർമാർ ഇവിടെ വന്നുകൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, ഈ പാവപ്പെട്ട ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളാണ് ഈ സമരത്തെ പുറത്തേക്ക് കൊണ്ടുവന്നത്. അതിനൊരുപാട് സന്തോഷം ഞങ്ങൾക്കുണ്ട്. അനീസ് ഇവിടെ ക്യാമ്പ് ചെയ്ത് ഈ ഓരോ നിമിഷങ്ങളിൽ എന്തൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ ലോകത്ത് എത്തിച്ചുകൊണ്ടേയിരുന്നു. അതെ, ഞങ്ങളെ ഒരു അനിയനെ പോലെ, എൻ്റെ ഒരു അനിയനെ പോലെ, അല്ലെങ്കിൽ ഞങ്ങൾ സമരസമിതിയുടെ ഇതായിട്ട് നേതൃത്വപരമായി തന്നെ, കാരണം സമാധാനമായി ചെയ്യുന്ന സമരത്തെ പുറം ലോകത്തേക്ക് എത്തിച്ചതും അതുപോലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ശുദ്ധവായു ശുദ്ധജലത്തിനു വേണ്ടിയാണ് ഈ സമരം എന്ന് മനസ്സിലാക്കിയതും ആദ്യം മീഡിയ വൺ ചാനൽ തന്നെയാണ്. ഇപ്പോൾ ഈ മഴക്കാലത്തും ഇരുതുള്ളിപ്പുഴയുടെ ഭാഗത്തേക്ക് മാലിന്യം എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ വിഷയങ്ങളൊക്കെ ഇനി എങ്ങനെയാണ് ടേക്കപ്പ് ചെയ്യുന്നത്? ഞങ്ങളതൊക്കെ വളരെ കൃത്യമായി കൊണ്ട് തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് എത്തിച്ചിട്ടുണ്ട്. പിന്നെ അവർ അതിൻ്റെ പേരിൽ നടപടി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരെ കട്ടിപ്പാറ സെക്രട്ടറിയോ അതിൽ ബന്ധപ്പെട്ട ആളുകളോ അതിലൊരു നടപടിയും എടുത്തിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് തന്നെ ഇവിടെ കയറിയ വെള്ളം അത് എം.എൽ.എ നേരിട്ട് വന്നുകൊണ്ട് അത് കാര്യങ്ങൾ മനസ്സിലാക്കി അത് മുഖ്യമന്ത്രിയെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു അടച്ചുപൂടൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്, മനസ്സിലാക്കുന്നത്. ഏതായാലും അവരുടെ ഈ ഒരു പോരാട്ടത്തിൻ്റെ വിജയമാണ്. വലിയ സന്തോഷമാണ് അവർക്കൊക്കെ തന്നെ ഉള്ളത്. അപ്പോൾ ഇനി നിലവിൽ നിൽക്കുന്ന ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട്. അതായത് ആ മാലിന്യ കേന്ദ്രത്തിൽ ഇപ്പോഴും മാലിന്യമുണ്ട്, അത് ഇരുതുള്ളിപ്പുഴയിലേക്ക് പോകുന്നുമുണ്ട്. അതിൻ്റെ ഒരു ആശങ്ക കൂടിയാണ് അവർ പങ്കുവെക്കുന്നത്. ഇത് ഒരു ജനകീയ വിജയം തന്നെയാണ്. കാരണം ലോകത്ത് സമാനതകളില്ലാത്ത ഒരു ദുരന്തമാണ് ഈ ജനത അനുഭവിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ സീരിയസ്നെസ് നിയമസഭയിൽ വരെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. 2023 മുൻ തിരുവമ്പാടി എം.എൽ.എ ലിൻഡോ ജോസഫ് ഈ വിഷയം നിയമസഭയിൽ ഉന്നയിക്കേണ്ടായി. ആ ഉന്നയിച്ചതിൻ്റെ ഭാഗമായിട്ട് 7 അംഗ നിയമസഭാ സമിതി പ്ലാന്റിലെത്തുകയും പ്ലാന്റ് എത്രയും പെട്ടെന്ന് അടച്ചുപൂട്ടണം, ഇത് അത്രയും വലിയ ദുരന്തമാണ് എന്ന് മനസ്സിലാക്കി പോവുകയും, എന്നാൽ അതിൻ്റെ റിപ്പോർട്ട് ഇന്ന് വരെ സമിതി പുറത്തുവിട്ടിട്ടില്ല. അതിനുശേഷം വീണ്ടും ഈ വിഷയം നിയമസഭയിൽ ചർച്ച ചെയ്യപ്പെട്ടു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവായിട്ടുള്ള ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഈ വിഷയം വീണ്ടും നിയമസഭയിൽ ഉന്നയിച്ചു. എന്നാൽ ഈ വിഷയം അത്രയും സീരിയസ് ആണ്, ഇതത്രയും പ്രയാസമാണെന്ന് ആ നിയമസഭ ചർച്ച ചെയ്തിട്ട് പോലും ഈ ഉന്നയിച്ച വിഷയത്തെ പരിഹാസ്യ രൂപേണയാണ് അന്നത്തെ തദ്ദേശ വകുപ്പ് മന്ത്രി അതിന് മറുപടി കൊടുത്തിട്ടുള്ളത്. സത്യസന്ധമായ റിപ്പോർട്ടല്ല അദ്ദേഹം അന്ന് നിയമസഭയിൽ വെച്ചിട്ടുള്ളത്. എന്നാൽ അതിനുശേഷം പി.കെ. ഫിറോസ് പുതിയ നിയമസഭ വരികയും പുതിയ മന്ത്രിസഭ കേരളത്തിൽ രൂപീകരിക്കപ്പെടുകയും ചെയ്തു. ജനകീയ മന്ത്രിസഭ കേരളത്തിൽ വന്നു. അതിൻ്റെ ഭാഗമായി അന്ന് ഇവിടെ വന്നിട്ടുള്ള ഈ പ്രയാസം മനസ്സിലാക്കിയിട്ടുള്ള അന്നത്തെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സാർ ഇന്ന് CM ആണ്. CM ഞങ്ങൾക്ക് ഒരു ഉറപ്പ് തന്നിട്ടുണ്ട്, ഈ കമ്പനി അടച്ചുപൂട്ടും. ഞങ്ങൾ പേരിൽ ചാർത്തപ്പെട്ടിട്ടുള്ള കേസുകൾ മാന്യമായി പരിശോധിച്ചുകൊണ്ട് അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നൊക്കെ ഉറപ്പ് തന്നിട്ടുണ്ട്. അതിനൊക്കെ നേതൃത്വം കൊടുത്തിട്ടുള്ള ഞങ്ങളുടെ ബഹുമാനപ്പെട്ട എം.എൽ.എ പി.കെ. ഫിറോസിനും ഈ കൂട്ടത്തിൽ ഞങ്ങൾ ഈ സമരസമിതിക്ക് നന്ദി പറയാനുള്ളത്.
ഈ സമരത്തോട് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച എല്ലാവർക്കും അവർ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ മീഡിയ വൺ നമ്മൾ നൽകിയിട്ടുള്ള വാർത്തകൾ നമ്മുടെ പ്രതിനിധി അനീസ് ദിവസങ്ങൾ ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ആ വാർത്തകളൊക്കെ തന്നെ പുറം ലോകത്തെത്തിച്ചത്. അതിൻ്റെ ഒരു നന്ദി കൂടി ഈ സമരസമിതി മുന്നോട്ട് വയ്ക്കുന്നു. നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം, ഒക്ടോബറിൽ ഉണ്ടായിട്ടുള്ള ആ സംഘർഷവുമായി ബന്ധപ്പെട്ട് നിരവധി പേരാണ് ജയിലിൽ അടക്കപ്പെട്ടിരുന്നത്. അവർക്കൊക്കെ അഭിവാദ്യം അറിയിച്ചുകൊണ്ട് ധീരന്മാർക്ക് നാടിൻ്റെ അഭിവാദ്യങ്ങൾ എന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു വലിയ ബോർഡ് ഒക്കെ നമുക്കിവിടെ കാണാനാവുന്നുണ്ട്. ഇങ്ങനെ പല വിധത്തിലുള്ള നിരന്തരമായിട്ടുള്ള സമരങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് നിരവധി പേർ ജയിലിൽ കഴിയുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും ഇപ്പോൾ ആ പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ ഒരു പരിഹാരമാവുകയാണ്. ഈ ഫ്രഷ് കട്ട് അടച്ചുപൂട്ടാനുള്ള നടപടിയാണ് ഇപ്പോൾ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്.